കൊല്ലം നെടുമ്പന പഞ്ചായത്തിലെ നല്ലിലയിൽ ബീഫ് വിൽപ്പനശാല പൂട്ടി നേതൃത്വത്തിൽ ഹർത്താൽ. ബിജെപിയുടേത് വർഗീയ അജണ്ടയാണെന്ന് ആരോപിച്ച് സിപിഐഎം ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചു. നല്ലില ചന്തയിലെ ബീഫ് വിൽപ്പനശാലയ്ക്ക് ലൈസൻസ് ഇല്ലാത്തതിനാലാണ് പൂട്ടിക്കാൻ ഹർത്താൽ നടത്തുന്നതെന്ന് ബിജെപി പ്രാദേശിക നേതൃത്വം പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, സംഭവം എന്താണ്? ഇത് കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഈ നല്ലിലയില്, അതായത് നെടുമ്പന പഞ്ചായത്തിലെ നല്ലില വാർഡിലെ ഈ പഞ്ചായത്തിന്റെ വക ചന്തയിൽ പ്രവർത്തിക്കുന്ന ബീഫ് സ്റ്റാളിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ആരോപിച്ചാണ് ഏതാനും ബിജെപി പ്രവർത്തകർ, സ്ഥലത്ത് ബിജെപി വളരെ ചെറിയ അംഗങ്ങൾ മാത്രമാണുള്ളത്, ഇവർ അവിടെ പ്രതിഷേധം നടത്തി വരികയായിരുന്നു. പഞ്ചായത്തിന് അനുമതിയില്ലാതെയാണ് ഈ പഞ്ചായത്തിന്റെ തന്നെ പൊതുസ്ഥലമായിട്ടുള്ള ചന്തയിൽ ഇവിടെ ബീഫ് കട നടത്തി വന്നു എന്നുള്ളതാണ് ബിജെപിയുടെ പരാതി. ഇത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പഞ്ചായത്ത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, ഇതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനായാണ് ഇത് പ്രവർത്തിക്കാനുള്ള ഒരു മൗനാനുവാദം നൽകി വന്നിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബിജെപി ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്ത് ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹർത്താലിലൂടെ ജനങ്ങൾക്ക് ഇതിൽ കൃത്യമായ കടകളൊന്നും അടച്ചിട്ടൊന്നുമില്ല, ഏതാനും കടകൾ മാത്രമാണ് അടച്ചിട്ടുള്ളത്. നിരത്തുകളിലെല്ലാം വാഹനങ്ങൾ ഓടുന്നുണ്ട്. അതേസമയം ഹർത്താൽ ഇത് ഇങ്ങനെ ഒരു ബീഫ് പ്രശ്നം, ബീഫ് രാഷ്ട്രീയം വീണ്ടും കേരളത്തിൽ കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎമ്മിന്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നല്ലില ജംഗ്ഷനിൽ ഈ ചന്തയുടെ മുമ്പിൽ തന്നെ ബീഫ് കറി വെച്ച് ബീഫ് ഫെസ്റ്റ് നടത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരും ഇതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്കുമാർ, ഈ വിഷയം നമ്മൾ നേരത്തെ പലവട്ടം രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ആര് എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് മൗലിക അവകാശത്തിൽപ്പെടുന്നതാണ്. അത് മറ്റാർക്കും അതിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ല. മാത്രമല്ല, ബീഫ് എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഒരു തരത്തിലും നിരോധിച്ചതായിട്ട് നമുക്ക് അറിവുമില്ല. അപ്പോൾ ഈ പൗരന്റെ അവകാശങ്ങളിലേക്ക് ഇത്തരത്തിൽ വർഗീയപരമായി ഇടപെട്ടുകൊണ്ട് അവന്റെ അവകാശങ്ങളെ കാർന്നെടുക്കുകയാണോ ബിജെപി സത്യത്തിൽ? തീർച്ചയായും ഇതിന് ന്യൂനപക്ഷങ്ങൾ, അതായത് ഈ വാർഡിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് കൂടുതലുമുള്ളത്. 75% ആകെ ആ വാർഡിലുള്ള ഒരു ജനസംഖ്യ പരിശോധിച്ചാൽ 75% ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രം കൂടിയാണ് ഈ ബീഫ് കട. അപ്പോൾ അത് അവിടെ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് ആകെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ പഞ്ചായത്താണ് നെടുമ്പന പഞ്ചായത്ത്. അത് മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നത്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവനും കൃത്യമായ ഒരു അജണ്ടയോടുകൂടി നയത്തോടുകൂടിയാണ് നെടുമ്പന പഞ്ചായത്ത് ഭരണം തന്നെ നടക്കുന്നത്. ഇത് മുഴുവനും അപ്പോൾ അതല്ല ഇവരുടെ പ്രശ്നം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബീഫ് രാഷ്ട്രീയം, അതിൽ ഒരാളുടെ മൗലിക അവകാശമായി എന്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു മൗലിക അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതും അതിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ബിജെപിയുടെ ഈ നിലപാട്. രാജ്കുമാർ, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ഒരു നല്ലിലാക്കാരനായ ഒരു നാട്ടുകാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഷിജു. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഏത് ഭക്ഷണം കഴിക്കണമെന്നും ഏത് വസ്ത്രം ധരിക്കണമെന്നും RSSന്റെയും BJPയുടെയും അജണ്ടയായിട്ട് മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ RSSന്റെ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ നെടുമ്പന പഞ്ചായത്തിൽ നല്ലിലായാലും ബീഫ് കഴിക്കണ്ട, നിങ്ങൾ ആരും ബീഫ് കഴിക്കണ്ട, ഇവിടെ പ്രാദേശികമായിട്ട് എല്ലാവരും ബീഫ് കഴിക്കുന്നവരാണ്, മത്സ്യം കഴിക്കുന്നവരാണ്, അതാണ് BJP തീരുമാനിക്കുകയാണ്, RSSും സംഘപരിവാറും തീരുമാനിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇടതുപക്ഷ അല്ലെങ്കിൽ CPMന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധവും പ്രതിരോധമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായമായിട്ട് ഇവർ പറയുന്നത്, നിങ്ങൾ അവിടെ ഈ ബീഫ് കട നടത്തുന്നത് കൊണ്ട്, ഈ ബീഫിന്റെ സ്റ്റാൾ അവിടെ ഉള്ളത് കൊണ്ട് വലിയ തോതിൽ അവിടെ മാലിന്യങ്ങൾ വരികയാണ്, അത് ഭയങ്കര വിഷയമാണ് എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവിടെ മാലിന്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മാലിന്യ പ്രശ്നമില്ല. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയിട്ടുള്ള പഞ്ചായത്താണ്. സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ മികച്ച പഞ്ചായത്തിനുള്ള നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള പഞ്ചായത്താണ് നെടുമ്പന ഗ്രാമപഞ്ചായത്ത്. ഇവിടെ മാലിന്യ പ്രശ്നങ്ങളോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇത് രാജ്യത്തെ ഭരണാധികാരികളുടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ, സംഘപരിവാറിന്റെയും RSSന്റെയും അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ആ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ കൂടുതലായി വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞതുപോലെ മത്സ്യവും മാംസവും. ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവർ ഈ കൊണ്ടുവരുന്നതിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യം. അതെ. തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിൽ മറ്റ് പ്രതിരോധ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെയാണോ ചെയ്യുക?
ശക്തമായിട്ട് പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐയും CPM-ന്റെ നേതൃത്വത്തിലും ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ശക്തമായിട്ട് ജനങ്ങൾക്ക് എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഹനിക്കുന്ന തരത്തിലോട്ട് ഏത് നടപടി ഏത് വർഗീയ ശക്തികൾ കൊണ്ടുവന്നാലും അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനം. നന്ദി ശ്രീ ഷിജു ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഒരു പ്രദേശവാസിയായ നാട്ടുകാരന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവിടെ സത്യത്തിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതിൽ യഥാർത്ഥത്തിലുള്ളത് ഈ സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയിൽ ഇത്തരത്തിൽ ബീഫ് വിൽക്കണ്ട എന്ന് പറയുമ്പോൾ അവർ പ്രകടമാകുന്നത് അവരുടെ ഉള്ളിലുള്ള ആ രാഷ്ട്രീയപരമായ ആ നീക്കം തന്നെയാണ്. തീർച്ചയായും ഇവിടെ നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ ചില ഗ്രാമപഞ്ചായത്തുകളിൽ BJP-ക്കും പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളുള്ള പല വാർഡുകളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. അവിടെ ഇതുപോലെ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അനധികൃത അറവുശാലകളും ഒക്കെ ഉണ്ട്. കൊല്ലത്ത് നല്ലിലയിൽ ബീഫ് സ്റ്റാൾ പൂട്ടിക്കാൻ വേണ്ടി BJP-യുടെ പ്രതിഷേധം അവിടെ ഹർത്താൽ നടത്തിയാണ് അവർ വലിയ പ്രതിഷേധം നടത്തുന്നത്. മാലിന്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഈ ബീഫ് കടക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത്. രാജ്കുമാർ ഒരിക്കൽ കൂടി ചേർന്നു. രാജ്കുമാർ, തുടരാം. ഇതില് ഈ പല പഞ്ചായത്തുകളിലും BJP അംഗങ്ങളുണ്ട്, ഏതാനും അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾ അതേ വാർഡുകളിൽ തന്നെ പല സ്ഥലങ്ങളിലും അനധികൃത അറവുശാലകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അതൊന്നും ചോദ്യം ചെയ്യാതെ ഇതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നോക്കി അവിടെ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ തന്നെ ഒരു പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ ഒരു ധർണയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാവുന്ന പല മാർഗങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും മുതിരാതെ ഒരു പഞ്ചായത്തിലെ ആ പ്രദേശത്തെ മുഴുവനും ഈ സ്തംഭനാവസ്ഥയിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഹർത്താൽ നടത്തുമ്പോഴാണ് ഇതിന്റെ ബീഫ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രസക്തി നമുക്ക് ബോധ്യമാകുന്നത്. ഇത് നമ്മൾ അവരോട് ചോദിക്കുകയും ചെയ്തു, ഒരു ഹർത്താലിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ല, ഇത് പൂട്ടിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ ഹർത്താലുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് BJP നേതാക്കന്മാർ നമുക്ക് നൽകിയ മറുപടി. പക്ഷേ അത് ബീഫ് രാഷ്ട്രീയമാണ് ഉയർത്തുന്നു എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ഥലത്തെ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ഇതിന്റെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു തോതിലുള്ള ഒരു പിന്തുണയാണോ ഈ പ്രതിഷേധ സമരത്തിന്, ബീഫ് ഫെസ്റ്റ് നടത്തിക്കൊണ്ടുള്ള ഈ സമരത്തിന് അവിടെ ലഭിച്ചത്? പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഇന്ന് BJP-യുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ പരസ്യമായി അവിടെ BJP നേതാക്കൾക്കെതിരെ അവിടെ ഒരു പ്രതിഷേധമുണ്ടായി. അവർ പറഞ്ഞു, ഇനിയും ഇത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ ബീഫ് വിൽപ്പന നടത്തും, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങളുടെ മാലിന്യം തുടങ്ങിയ എവിടെയാണ് ഈ മാലിന്യ നിക്ഷേപമുള്ളത്, കാട്ടിത്തരണമെന്ന് ആക്രോശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ BJP നേതാക്കൾ അവരോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അവരവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്ന നിലയിലുള്ള ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. തീർച്ചയായും രാജ്കുമാർ, അതിന്റെ ഒരു വിരോധാഭാസമുണ്ട്. ഇവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടതാണ്, ജയിച്ചാൽ നല്ല ബീഫ് ലഭ്യമാക്കി തരാമെന്ന് അവരുടെ സ്ഥാനാർത്ഥി പറയുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, നാഗാലാൻഡിൽ ഞങ്ങൾ നല്ല ബീഫ് തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതായത് ഈ എങ്ങനെ വോട്ട് നേടാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ അടുക്കളയിലൂടെ അല്ലെങ്കിൽ ഭക്ഷണ രീതികളിലൊക്കെ ഇടപെട്ടുകൊണ്ട് വർഗീയത പടർത്തിക്കൊണ്ട് ഇവർ ചിന്തിക്കുന്നത്. ഇതിലൂടെ, അതായത് ഇതിൽ വാർഡ് മെമ്പറോട് തന്നെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ മറുപടി, ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്, അതിൽ ഒരു ഭൂരിപക്ഷ വർഗീയത ഒരു ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് BJP-യുടെയും RSS-ന്റെയും പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ ഒരു അജണ്ട എല്ലാ സംസ്ഥാനങ്ങളിലും, അല്ലെങ്കിൽ ഗുജറാത്ത് അതുപോലെ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള ഒരു ദീർഘകാലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ BJP ആൾക്കാർ മറന്നുപോയ, ഒരുപക്ഷെ BJP-യുടെ ചില പ്രവർത്തകർ മറന്നു പോകുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ തെരഞ്ഞുപിടിച്ച് BJP RSS സംഘപരിവാർ ശക്തികൾ ഇങ്ങനെയുള്ള ബീഫ് രാഷ്ട്രീയവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ പൊതുവെയുള്ള നിരീക്ഷണം. ഈ നേരത്തെ രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ബീഫ് വിതരണം ചെയ്യുന്ന, വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ പ്രശ്നമുണ്ടായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ നെല്ലല പഞ്ചായത്തിലാണ്. അവിടെ
ആ പഞ്ചായത്തിൽ പ്രത്യേകിച്ചും ഒരു പ്രത്യേക അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് നമുക്ക് പറയാം, അവർ കൂടുതൽ താമസിക്കുന്ന മേഖലകളിൽ അവർ പ്രധാനമായും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ് ബീഫ് എന്ന് പറയുന്നത്. അത് തടഞ്ഞുകൊണ്ട് ഇവർ ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് വരുമ്പോൾ അതൊരു ആ രാഷ്ട്രീയം, അത് RSSന്റെയും ഒപ്പം തന്നെ സംഘപരിവാർ അജണ്ടയുടെ കൂടി ഭാഗമല്ലേ? ഇപ്പോഴത്തെ അത് വീണ്ടും കാലങ്ങളിലായി കേരളത്തിൽ ആദ്യം ഇത് സംബന്ധിച്ചൊരു സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിഷയങ്ങൾ ഉയർന്നു വന്നെങ്കിലും അതിനുശേഷം BJP നേതാക്കന്മാർ തന്നെ ഇടപെട്ട് ഇതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്ന് CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തന്നെ ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ BJP നേതാക്കന്മാരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സംഘപരിവാറിന് പ്രത്യേകിച്ച് RSSന്റെ ഒരു രാഷ്ട്രീയപരമായ ചില ഒരു ആലോചനകളുണ്ട്. അവർ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഈ ചെറുതുപോലെയുള്ള പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ നോക്കി ഇതുപോലെയുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു സൂചനയാണ്. കേരളത്തിലെ മുഴുവനും RSS പ്രവർത്തകരെ ഉണർത്തിയെടുക്കുന്നതിനും BJP പ്രവർത്തകരെ ഉണർത്തിയെടുക്കുന്നതിനും അതിലൂടെയുള്ള ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക. ഭക്ഷണത്തിലായാലും ശരി തന്നെ ഏത് കഴിക്കണം ഏത് കഴിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്ന RSSന്റെ തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില സമരങ്ങളും അതുപോലെയുള്ള പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ BJP നെല്ലില എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അവർക്ക് ഈ ഒരു വിൽപ്പനശാല, ബീഫ് വിൽപ്പനശാല മാത്രമാണ് അടുത്തുള്ളത്. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരും. അതും സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പഞ്ചായത്ത് ഇതിന് അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ് BJP ആരോപിച്ചുകൊണ്ട് ഇതുപോലെ ഒരു വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ബീഫ് വിൽപ്പനശാലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബീഫ് രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ്. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.